പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇവിടെ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ വിലയേറിയ ദാസന്മാർ, പാസ്റ്റർ ടി എം കോശി, പാസ്റ്റർ ജോബിൻ ജോസഫ്, ഇന്ന് കർത്താവിനെ ആരാധിപ്പാനായി കടന്നു വന്നിരിക്കുന്ന എല്ലാ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ക്ഷീണിതരായിരിക്കുന്ന നമ്മുടെ പല കൂട്ടു സഹോദരങ്ങളുണ്ട്, പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അവരെല്ലാം ഞാൻ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏതു സാഹചര്യത്തിലും ദൈവത്തിൽ ചാരുവാൻ, ദൈവത്തിൽ ആശ്രയിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഉയർച്ച വരുമ്പോൾ, സന്തോഷം വരുമ്പോൾ, നന്മ വരുമ്പോൾ മാത്രമല്ല, എല്ലാം പ്രതികൂലമാകുമ്പോഴും അതിൻ്റെ നടുവിൽ യേശുവിൻ്റെ മുഖശോഭ കാണുവാൻ, ഹല്ലേലൂയ, കാർമേഘ പടലങ്ങൾ മൂടി നിൽക്കുന്ന അനുഭവങ്ങൾ, അല്പം പോലും വെളിച്ചമില്ലാതിരിക്കുന്ന അനുഭവങ്ങളിൽ അതിനകത്തൂടെ അവൻ്റെ തേജസ്സിൻ്റെ മിന്നും പ്രഭാവം കാണുവാൻ എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം സന്തോഷമുണ്ട്? അതാണ് ഒരു ദൈവ പൈതലിൻ്റെ പ്രത്യേകത. അതാണ് ഒരു ദൈവ കൃപയുടെ വ്യാപാരം. അത് മറന്നു പോകരുത്. അതിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ ഇന്ന് പകൽക്കാലം അങ്ങനെ അനുഗ്രഹിക്കട്ടെ. വേഗത്തിലൊരു ദൈവവചനത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ചിന്തയെ തിരിക്കുന്നു. അതിനാധാരമായി ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2 വേഴ്സ് 12 ഓൺവേർഡ്സ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളെല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളുമാകേണ്ടതിന് എല്ലാം പിറുവിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. ദൈവത്തിൻ്റെ മഹത്വം. ഫിലിപ്പിയ ലേഖനം നമുക്ക് വളരെ സുപരിചിതമാണ്. അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ സുവിശേഷം നിമിത്തം ബന്ധനസ്ഥനായി തീർന്ന 2 സാഹചര്യങ്ങളിൽ ഒന്നാണ് ഈ ലേഖനം എഴുതുവാൻ കാരണമായി തീർന്ന പശ്ചാത്തലം. ആ കാരാഗ്രഹവാസത്തെക്കുറിച്ച് 2 അഭിപ്രായം വേദപണ്ഡിതാക്കൾ പറയാറുണ്ട്. ഒന്ന്, ഒരു അസൽ റോമ ജയിലിൽ തന്നെ വളരെ പ്രതികൂലത്തിൻ്റെ, വളരെ കഷ്ടതയുടെ, വളരെ ഞെരുക്കത്തിൻ്റെ ആഴങ്ങളിലായിരുന്നു. എന്നാൽ മറ്റൊരു ചിന്ത അപ്പോസ്തല പ്രവൃത്തിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ താൻ കൂലിക്കെടുത്ത ഒരു വീട്ടിൽ ഒരു ഹൗസ് അറസ്റ്റായി, താൻ വീട്ടിൽ താമസിക്കുന്നെങ്കിലും തൻ്റെ ഒരു കൈ എപ്പോഴും മറ്റൊരു പടയാളിയുമായി ചേർത്ത് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന പരിമിതികളുടെ നടുവിലും, എങ്ങനെയായാലും വലിയ പ്രതികൂലത്തിൻ്റെ നടുവിൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് സുവിശേഷം പ്രസംഗിച്ചത് മൂലം, സുവിശേഷത്തിൻ്റെ സാക്ഷിയായത് മൂലം കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഫിലിപ്പിയ ലേഖനം ഉൾപ്പെടെയുള്ള ഈ ലേഖനങ്ങൾ എഴുതുവാനിടയായത്. എന്നാൽ നമ്മളിപ്പോൾ എപ്പോഴും കേൾക്കുന്നത് പോലെ ഈ ലേഖനത്തിൽ, പ്രത്യേകിച്ചും ഈ പ്രതികൂലത്തിൻ്റെ നടുവിൽ അദ്ദേഹത്തിന് പറയാനുള്ളത് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബാഹ്യമായ കാര്യങ്ങളിലല്ല തൻ്റെ സന്തോഷം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്, ദൈവത്തിൽ അടിസ്ഥാനപ്പെട്ടതുകൊണ്ട്, ദൈവത്തിൻ്റെ വചനത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തനിക്ക് പറയാനുള്ളത് എൻ്റെ ഈ കഷ്ടങ്ങളല്ല, ഈ പ്രതികൂലങ്ങളല്ല, എനിക്ക് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കർത്താവിൽ സന്തോഷിപ്പാൻ, പ്രതികൂലങ്ങളുടെ നടുവിലും ഞെരുക്കങ്ങളുടെ നടുവിലും ആമേൻ ഇല്ലായ്മയുടെ നടുവിലും ദൈവത്തിൽ ആശ്രയിപ്പാൻ ദൈവം തരുന്ന അവസരങ്ങൾ ഇന്ന് പകൽ മനസ്സിലാക്കിയ ദൈവമക്കൾ കരമുയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പണിയപ്പെടുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇവിടെ പൗലോസ് ശ്ലീഹ ഓർപ്പിക്കുന്നു, നിങ്ങളെല്ലായ്പ്പോഴും അനുസരിച്ചിരുന്നത് പോലെ
ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ആമേൻ, ഞാൻ ദൂരത്തിരിക്കുമ്പോഴും ഏറ്റവും അധികമായി ഭയത്തോടും ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കണം. പ്രൈസ് ദി ലോർഡ്. പൗലോസ് കൂടെ ഉള്ളപ്പോൾ, ദൈവത്തിൻ്റെ ദാസൻ്റെ നിയന്ത്രണത്തിലായിരുന്നപ്പോൾ അവർ കർത്താവിനെയും ദൈവവചനത്തെയും അനുസരിക്കുന്നവരായിരുന്നു. എന്നാൽ താൻ അവരോട് പറയുന്നു, ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടുക്കലില്ല, ഞാൻ ദൂരത്താണ്. എന്നാൽ ഈ സാഹചര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അന്നത്തെ പോലെ, ഞാൻ അടുത്തുള്ളപ്പോൾ നിങ്ങൾ ചെയ്തതുപോലെ തന്നെ ഭയത്തോടും വിറയലോടും കൂടെ ദൈവത്തെ അനുസരിക്കണം, ദൈവവചനത്തെ അനുസരിക്കണം. അതുമാത്രമല്ല, രക്ഷയ്ക്കായി പ്രവർത്തിക്കണം. ആ വാക്യം ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓടി വരുന്നൊരു ചിന്തയുണ്ട്, രക്ഷ സൗജന്യമാണ്. ഹല്ലേലൂയ. എഫെസ്യ ലേഖനത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, രക്ഷ സൗജന്യമാണ്. നമ്മുടെ പ്രവൃത്തി കൊണ്ടോ നമ്മുടെ അധ്വാനം കൊണ്ടോ അല്ല നാം രക്ഷ സമ്പാദിച്ചത്, അത് ദൈവം തന്നയൊരു ദാനമാണ്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നു, വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ. നിങ്ങളുടെ രക്ഷ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരണം. പ്രൈസ് ദി ലോർഡ്. രക്ഷയ്ക്ക് 3 കാലങ്ങളുണ്ട്. യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി നാം അംഗീകരിച്ചപ്പോൾ നാം രക്ഷിക്കപ്പെട്ടു. അതുകൊണ്ട് തീർന്നില്ല, നാം ഓരോ ദിവസവും ആ രക്ഷയ്ക്കായി പ്രവർത്തിക്കുന്നവരായിരിക്കണം. 3, രക്ഷയുടെ ഒരു ഭാവികാലമുണ്ട്. ഈ ശരീരം രക്ഷിക്കപ്പെടുവാൻ പോകുകയാണ്. എപ്പോഴാണ്? യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിലാണ്. പാപം ചെയ്യുവാൻ തുനിയുന്ന ഈ ശരീരം രക്ഷിക്കപ്പെടുന്ന ആ സുദിനം വളരെ ആസന്നമായിരിക്കുന്നു. അതിനുവേണ്ടി നാം ഒരുങ്ങിക്കാത്തിരിക്കുവാൻ, ഭക്തിയോടെ ജീവിപ്പാൻ ദൈവത്തിൻ്റെ വചനം നമ്മോട് സംസാരിക്കുകയാണ്. എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, നാം ഭക്തിയോടും ഭയത്തോടും വിറയലോടും കൂടെ, എന്ന് പറഞ്ഞാൽ ദൈവത്തെ നാം ഭയപ്പെടുന്നത് കൊണ്ട്. ഒരടിമ യജമാനെ ഭയപ്പെടുന്നത് പോലെയല്ല. ദൈവസ്നേഹത്താൽ നാം നിറയപ്പെട്ടതുകൊണ്ട്, ദൈവത്തിൻ്റെ വിശുദ്ധി, ദൈവത്തിൻ്റെ ആ ശ്രേഷ്ഠത, ദൈവം ആരെന്നുള്ള ബോധ്യം നമ്മുടെ അകത്തുള്ളത് കൊണ്ട് ആ ചിന്തയാണ് ദൈവത്തെ ഭയപ്പെടുവാൻ, ദൈവത്തെ അനുസരിപ്പാൻ, ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാൻ നമ്മുടെ ജീവിതത്തിനിടയായി തീരേണ്ടത്. അങ്ങനെ ദൈവത്തിൽ അടിസ്ഥാനപ്പെട്ട ഒരു ദൈവസഭയായി നാം പണിയപ്പെടണം. സന്തോഷമുണ്ടോ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആ 2-ാം അധ്യായം ആരംഭിക്കുമ്പോൾ തന്നെ 3-ാം വാക്യത്തിൽ എങ്ങനെയാണ് ഒരു ദൈവസഭ പണിയപ്പെടേണ്ടത്? ആ വാക്യം ഒന്ന് വായിക്കാമോ? 3-ാം വാക്യം. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശാഠ്യത്താലുമല്ല, ദുരഭിമാനത്താലുമല്ല. അതിൻ്റെ ഇംഗ്ലീഷ് വാക്യം പറയുന്നത് സെൽഫിഷ്നെസ്, സ്വാർത്ഥ മനോഭാവം ഒരു ദൈവ പൈതലിൽ ഉണ്ടായിരിക്കാൻ പാടില്ല. സ്തോത്രം. എൻ്റെ കാര്യം നടക്കണം, എനിക്ക് പ്രയോജനമുണ്ടാകണം എന്നുള്ളതല്ല. സ്തോത്രം. എൻ്റെ കൂട്ടുവിശ്വാസിക്ക്, എന്നോടുകൂടെ ദൈവത്തെ ആരാധിക്കുന്ന പ്രിയപ്പെട്ടവർക്ക്, ആമേൻ, എന്നെപ്പോലെ യേശുവിൻ്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട എൻ്റെ കൂട്ടു സഹോദരൻ സഹോദരി, അവർക്ക് വേണ്ടി എനിക്കെന്ത് ചെയ്യുവാൻ കഴിയും? ആ ഒരു മനോഭാവമാണ് ഇന്ന് ദൈവസഭയിൽ ആവശ്യമായിരിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ദൈവകരങ്ങളിലേക്കൊന്ന് സമർപ്പിക്കാം. അപ്പോൾ അതാണ് നാം പണിയപ്പെടേണ്ട ഏറ്റവും കാതലായ വിഷയം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, കർത്താവിൽ നിന്ന് കൃപയും ബലവും ഒക്കെ നമ്മൾ പ്രാപിച്ചു. ഇനിയാണ് അത് പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. സന്തോഷമുണ്ടോ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം.
നമ്മൾ കേട്ടിട്ടുള്ള ഉദാഹരണമാണ്, പണ്ട് സ്റ്റീം എൻജിനൊക്കെ ഉള്ള കാലത്ത്, കൽക്കരി കൊണ്ട് ഓടുന്ന എൻജിനുള്ള കാലത്ത് അതിനകത്തേക്ക് കൽക്കരി വാരിയിട്ട് കഴിയുമ്പോൾ തീ ആളിക്കത്തും. തീ ആളിക്കത്തി കഴിയുമ്പോൾ ഹോണടിക്കും. ഹോണടിച്ചു കഴിഞ്ഞാണ് പതുക്കെ ഈ എൻജിൻ എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് നീങ്ങുന്നത്. പക്ഷേ ഹോൺ അടിച്ചുകൊണ്ടിരിക്കുക, സംഗതി നീങ്ങുന്നില്ല. വല്ല പ്രയോജനമുണ്ടോ? സ്തോത്രം. അതുപോലെ ആകരുത് നമ്മുടെ ക്രിസ്തീയ ജീവിതം. കഴിഞ്ഞ ദിനങ്ങളിൽ നമ്മിലൊരു തീ കത്തിച്ചു, നമ്മിലൊരു ദൈവകൃപ പകർന്നു. സ്തോത്രം. അതിൽ നിന്നുള്ള ഊർജം നാം പ്രാപിച്ചു. ആമേൻ. നമ്മുടെ ബലഹീനത കുടഞ്ഞു കളഞ്ഞു. നമ്മുടെ ക്ഷീണങ്ങളെ നമ്മൾ ഏറ്റുപറഞ്ഞു. ദൈവത്തിൻ്റെ അത്യന്ത ശക്തി നമ്മുടെ മേലൊന്ന് പകർന്നു. അതെല്ലാം ഏറ്റെടുത്തു കഴിഞ്ഞെങ്കിൽ ഈ വരും ദിവസങ്ങൾ കർത്താവിൻ്റെ വരവ് താമസിക്കുന്നെങ്കിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് അത് പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനുള്ള 2 സ്റ്റെപ്പാണ് അവിടെ പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ദുരഭിമാനത്താലും ശാഠ്യത്താലും ഒന്നും ചെയ്യരുത്. സ്തോത്രം. പിന്നെ എന്ത് ചെയ്യണം? പ്രൈസ് ദി ലോർഡ്. താഴ്മയുള്ളവരായിരിക്കണം, ചേർന്ന് പ്രവർത്തിക്കുന്നവരായിരിക്കണം. സ്തോത്രം. പഴയ നിയമത്തിലെ പ്രവാചകന്മാരിൽ ചെറിയ പ്രവാചകൻ എന്ന് വേദപണ്ഡിതാക്കൾ വിശേഷിപ്പിക്കുന്ന ഒരാളാണ് ഹഗൈ. ഹഗായിയുടെ പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ മുഖം നോക്കാതെ, തൻ്റെ ദൂത് ഒട്ടും മറച്ചു വെക്കാതെ വളരെ വ്യക്തമായി പ്രസംഗിക്കുന്ന, അറിയിക്കുന്ന ഒരാളായിരുന്നു ഹഗൈ. ഹഗൈയുടെ വാക്ക് നമുക്ക് നോക്കാം. ദൈവസഭയെ ബാധിച്ചതായ പ്രശ്നം 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. നിങ്ങൾ വളരെ വിതച്ചിട്ടും അല്പമേ കൊണ്ടുവന്നുള്ളൂ, നിങ്ങൾ ഭക്ഷിച്ചിട്ടും പൂർത്തി വരുന്നില്ല, പാനം ചെയ്തിട്ടും തൃപ്തി വരുന്നില്ല, വസ്ത്രം ധരിച്ചിട്ടും ആർക്കും കുളിർ മാറുന്നില്ല, കൂലിക്കാരൻ ഓട്ടസഞ്ചിയിൽ ഇടുവാൻ കൂലി വാങ്ങുന്നു. മതി. ദൈവത്തിന് സ്തോത്രം. ഒരു വളരെ ശോചനീയമായ, വളരെ ആശ്വാസമല്ലാത്ത ഒരു സാഹചര്യം. ഇപ്പം ഞാൻ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. നിങ്ങൾ വളരെ വിതച്ചിട്ടും അല്പമേ കൊണ്ടുവരുന്നുള്ളൂ. വിതച്ചിട്ട് ഒരു വലിയ കൊയ്ത്തോ വരവോ ഇല്ല, അല്പം മാത്രം ബാക്കി വരുന്നു. അടുത്തത്, നിങ്ങൾ ഭക്ഷിച്ചിട്ടും പൂർത്തി വരുന്നില്ല. എത്ര ഭക്ഷിച്ചിട്ടും പൂർത്തി വരുന്നില്ല. ചിലരെക്കുറിച്ചെങ്കിലും ചിലപ്പോഴെങ്കിലും പറയാറുണ്ട്, ഈ കഴിക്കുന്നതെല്ലാം കൂടെ എവിടോട്ട് പോകുന്നു, ശരീരത്തെ കാണുന്നില്ലല്ലോ. ഏതാണ്ട് ആ ഒരവസ്ഥയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കഴിച്ചിട്ടും പൂർത്തി വരുന്നില്ല. പിന്നെ അടുത്ത്, പാനം ചെയ്തിട്ടും തൃപ്തി വരുന്നില്ല. തൃപ്തിയില്ലാത്ത ഭക്ഷണവും പാനീയവും. പിന്നെ വസ്ത്രം ധരിച്ചിട്ടും ആർക്കും കുളിർ മാറുന്നില്ല. കൂലിക്കാരൻ ഓട്ടസഞ്ചിയിൽ ഇടുവാൻ കൂലി വാങ്ങുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാ മേഖലകളിലും സ്തോത്രം, ശൂന്യത മാത്രം, പ്രയോജനമില്ലാത്തൊരവസ്ഥ മാത്രം. ഇതിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ദൈവത്തിൻ്റെ ദാസനായ ഹഗൈ ദൈവജനത്തോട് പറയുകയാണ്, ഇതെന്തുകൊണ്ട്? അതിൻ്റെ 2-ാം വാക്യം ഒന്ന് വായിക്കാമോ? സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, യഹോവയുടെ ആലയം പണിവാനുള്ള കാലം വന്നിട്ടില്ലെന്ന് ഈ ജനം പറയുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, അവരുടെ മനസ്സിൽ എങ്ങനെയോ ഒരു ചിന്ത വന്നു, ദിസ് ഈസ് നോട്ട് ദ ടൈം, ദ ടൈം ഈസ് നോട്ട് യെറ്റ് റെഡി. സമയമായിട്ടില്ല, ഇനിയും കുറച്ചുകൂടെ കഴിഞ്ഞു മതി. അതുകൊണ്ട് എന്തു പറ്റി? ഞാൻ ആ ഭാഗം അങ്ങ് ചുരുക്കി പറയാം. ആലയം പണിയാൻ കൊണ്ടുവന്ന നല്ല 1-ാം തരം തടിയെല്ലാം ഇങ്ങനെ ചുമ്മാ സ്റ്റാക്ക് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ അതിലൊരുത്തൻ പറഞ്ഞു, ഇതെന്തിനാ വെറുതെ ഇരിക്കുന്നത്, നമ്മുടെ വീടങ്ങ് പണിയാം, പിന്നെ സമയമാകുമ്പോൾ നമുക്കെന്ത് ചെയ്യാം, വേറെ കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ ആലയം പണിയാം. അങ്ങനെ അവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവം ഹഗയുടെ മേൽ തൻ്റെ ആത്മാവിനെ പകർന്നുകൊണ്ട് പറയുന്നു, ഇതല്ല ഞാൻ നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മളോടുള്ള ബന്ധത്തിൽ എന്താ ദൂത് പറയുന്നത്? നമ്മൾ പറയുന്നു, കർത്താവ് വരും. ബട്ട് ദർ ഇസ് എ ലോട്ട് ഓഫ് ടൈം ലെഫ്റ്റ്.
ഇനി ഒത്തിരി കാലമുണ്ട് എന്ന് പറഞ്ഞ് നാം മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, കാലം അതിക്രമിച്ചു. സ്തോത്രം. നാം കരുതുന്നതിനേക്കാൾ അതിവേഗം യേശു മടങ്ങി വരാറായി. അതുകൊണ്ട് മൗനമായിരിക്കുവാനല്ല, അതുകൊണ്ട് ആമേൻ നാം ഉറങ്ങുന്നവരായിരിക്കുവാനല്ല, പിന്നെ ഉണർന്ന് നമുക്കൊരു കാര്യം പറയാം. അതേ കർത്താവേ, എനിക്ക് ലഭിച്ച ആരോഗ്യം, എനിക്ക് ലഭിച്ച പണം, എനിക്ക് ലഭിച്ചതായ ആമേൻ നന്മകൾ, എനിക്ക് ലഭിച്ച ഭൗതികവും ആത്മീകവുമായ അനുഗ്രഹങ്ങൾ യേശുവിൻ്റെ മടങ്ങി വരവിന് വേണ്ടി ഉപയോഗിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് എത്ര പേര് ഇന്ന് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കും. ആ ഒരു സമർപ്പണത്തിലേക്ക് നാം ഒന്ന് മടങ്ങി വരണം. അതാണ് നമ്മിലൂടെ വെളിപ്പെടേണ്ട ആവശ്യം. അതിനെന്ത് ചെയ്യണം? ആ 8-ാം വാക്യം ഒന്ന് വായിക്കാമോ? ഹഗൈ തന്നെ 8-ാം വാക്യം കൂടെ വായിച്ചു. മലയിൽ ചെന്ന് മരം കൊണ്ടുവന്ന ആലയം പണിവിൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ അതിൽ പ്രസാദിച്ച് മഹത്വപ്പെടുമെന്ന് യഹോവ കൽപ്പിക്കുന്നു. ആലയം പണിയാൻ കൊണ്ടുവന്ന തടിയെല്ലാം വേറെ വഴിക്ക് പോയി. സ്തോത്രം. ഇനി ചെയ്യേണ്ടത് എന്താ? മലയിലേക്ക് കയറണം. സ്തോത്രം. ഉപരിതലത്തിലുള്ള അനുഭവമല്ല, ആത്മീക ഉയരത്തിലേക്കൊന്ന് പ്രവേശിപ്പാൻ എത്ര പേരിന്ന് തയ്യാറാകും? ചില വൻമരങ്ങളെ വെട്ടിയെടുക്കുവാൻ, പ്രാർത്ഥനയിൽ പോരാടുവാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം ആമേൻ ഇടപെടുമ്പോൾ പറയാമോ, കർത്താവേ, എന്നിൽ പകർന്ന ഊർജം, എന്നിൽ പകർന്ന ആത്മാവിൻ്റെ ശക്തി ഞാൻ ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥനയിൽ പോരാടുവാൻ, കണ്ണുനീരിൽ പോരാടുവാൻ, ആത്മതപനം ചെയ്യുവാൻ, വിശുദ്ധിക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് അങ്ങയ്ക്ക് വേണ്ടി കാത്തിരിപ്പാൻ എന്നെ ഒന്ന് ഒരുക്കണമേ എന്ന് ആര് പ്രാർത്ഥിക്കും? അങ്ങനെയുള്ളവരെ ഇന്ന് പകൽ അനുഗ്രഹിപ്പാൻ എൻ്റെ ദൈവം മതിയായവനും വിശ്വസ്തനുമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ശൂന്യതകൾ മാറണം, നമ്മുടെ പോരായ്മകൾ മാറണം, തൃപ്തിക്കുറവുകൾ മാറണം. സംതൃപ്തിയോടെ, നിറവോടെ നിങ്ങളിൽ ദൈവമല്ലോ തിരുവള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. ടു വിൽ ആൻഡ് ടു വർക്ക്. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ, ദൈവമാണ് നമുക്ക് ഒരുക്കി തരുന്നത്. സ്തോത്രം. അതിനെന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ നിയോഗം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഇന്ന് പകൽ നമുക്കിടയായി തീരട്ടെ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം, ദൈവവചനത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കാം. നമുക്ക് കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വരുമ്പോൾ, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 20-ാം വാക്യം വായിക്കുമ്പോൾ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഉവെന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ്, അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വമുണ്ടാകുമാറ് അവനിൽ ആമേൻ എന്നും തന്നെ. അവനിൽ ആമേൻ എന്ന് 3 പദം: അപ്രീഷിയേറ്റ്, അപ്രോപ്രിയേറ്റ്, അപ്ലൈ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ അകത്ത് തൻ്റെ വാഗ്ദത്തം തൻ്റെ വചനത്തിലൂടെ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നന്നായി മനസ്സിലാക്കി അതിനെ സ്തോത്രം ചെയ്യുവാൻ, ദൈവത്തിന് മഹത്വം കരേറ്റുവാൻ നമ്മുടെ ജീവിതത്തിലിടയായി തീരണം. നേരത്തെ കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചു സ്തോത്രം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത. ഹല്ലേലൂയ. നമ്മളെ ദൈവം വേർതിരിച്ച് കൊണ്ടുവന്നിരിക്കുന്നത് സ്തോത്രം ചെയ്യാൻ വേണ്ടിയാണ്. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കുന്നത് നമ്മുടെ നാവിൽ ഉചിതമാണെന്ന് എന്ന് പറഞ്ഞാൽ സ്തുതിക്കാതിരുന്നാൽ എന്തോ പന്തികേടുണ്ട്. മനസ്സിലായോ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സന്തോഷത്തോടൊരു സ്തോത്രം പറഞ്ഞാട്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നാവിൽ സ്തുതി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഉചിതമായ അനുഭവം. അതിനെന്ത് ചെയ്യണം? എപ്പോഴും ദൈവത്തെ നാം സ്തുതിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് ആ ദൈവകരങ്ങളിൽ നിന്ന് സമർപ്പിക്കാം. ഇന്ന് നാം ഇവിടെ വായിക്കുന്നു, നാം എന്ത് ചെയ്യണം? സ്തോത്രം, ദൈവത്തിന് മഹത്വം നൽകണം. എന്തിന്? ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ ഓർത്ത് എത്ര പേർക്ക് സ്തോത്രം ചെയ്യുവാൻ കഴിയും? അപ്പോൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യണം, അതിന് സ്തോത്രം ചെയ്യണം. 2, സ്തോത്രം, അതിനെ അവകാശമാക്കണം. അതാണ് അവിടെ പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന് മഹത്വം വരുമാറ് ഞങ്ങളൊരു കാര്യം പറയുന്നു, ആമേൻ. എന്താ ആമേൻ എന്ന വാക്കിൻ്റെ അർത്ഥം? ലെറ്റ് ഇറ്റ് ബി സോ.
അപ്രകാരം തന്നെ, അപ്രകാരം തന്നെ. അതാണ് ആമേൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ഇന്ന് ദൈവം ചെയ്ത ആമേൻ വാഗ്ദത്തങ്ങളെ എല്ലാം ഓർത്തുകൊണ്ട് സഭയായി ദൈവം തന്ന വാഗ്ദത്തങ്ങളുണ്ട്, കുടുംബങ്ങളായി തന്ന വാഗ്ദത്തങ്ങളുണ്ട്, വ്യക്തികളായി ഇതിനകത്തിരിക്കുന്നവർക്ക് ലഭിച്ച ദൈവിക അനുഗ്രഹങ്ങളും വാഗ്ദത്തങ്ങളുമുണ്ട്. അതിനെയെല്ലാം യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകലം ഓർത്തുകൊണ്ട് ആമേൻ ഇതുവരെ നിറവേറപ്പെട്ടിട്ടില്ലെങ്കിലും ഒരു കാര്യം പറയാമോ? യെസ്, ഐ ബിലീവ് ദാറ്റ് ഗോഡ് ഈസ് ഗോയിങ് ടു ഫുൾഫിൽ ഹിസ് വേർഡ്. അവന്റെ വചനം ദൈവം നിറവേറ്റാൻ പോകുകയാണ്. എൻ്റെ ജീവിതത്തിൽ പറഞ്ഞ വാഗ്ദത്തം ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. യേശുവേ സ്തോത്രം. ആമേൻ. അപ്രകാരം തന്നെ ഞാനത് വിശ്വസിക്കുന്നു, ഞാനതിനെ അപ്രോപ്രിയേറ്റ് ചെയ്യുന്നു, ഞാനതിനെ വിശ്വാസ കണ്ണുകളാൽ അത് ഞാൻ ഏറ്റെടുക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആ കാര്യം നമ്മുടെ ഈ കണ്ണിൻ്റെ മുമ്പിൽ കാണുന്നതിന് മുമ്പ് വിശ്വാസ കണ്ണുകളിലൂടെ ഒന്ന് കാണണം. നമ്മളോട് പറഞ്ഞ വാഗ്ദത്തം, നമ്മളോട് ദൈവം പറഞ്ഞതായ ആലോചന ചിലപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ദൈവം തന്നതായിരിക്കും, വചനത്തിലൂടെ തന്നതായിരിക്കും, ചിലപ്പോൾ ദൈവദാസന്മാരിലൂടെ ദൈവദാസിമാരിലൂടെ തന്നതായിരിക്കാം. അത് ഇന്ന് നീ ഒന്ന് വിശ്വാസത്താൽ കാണാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ വിശ്വാസത്തോടെ കണ്ടുകൊണ്ടൊന്ന് പറ, കർത്താവേ ആമേൻ, ഞാനത് വിശ്വസിക്കുന്നു. സ്തോത്രം. ഒരു രോഗസൗഖ്യമാണോ? കർത്താവിന് വേണ്ടി നിന്ന് സംസാരിക്കുന്ന പ്രവർത്തിക്കുന്ന ഒരു അനുഭവമാണോ? ഒരു പുതിയ ആമേൻ ശുശ്രൂഷ പാഠവും കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കുന്നതാണോ? ചിലരെ കർത്താവിന് വേണ്ടി ആത്മാവിൽ വിളിച്ചു കൊണ്ടുവരുന്ന യേശുവിൻ്റെ നാമത്തിൽ ചിലതിനെ അവകാശമാക്കുന്ന ആ ദൈവിക പദ്ധതിയാണോ ഇന്ന് വിശ്വാസത്താൽ കണ്ടുകൊണ്ട് പറ, അത് ദൈവം എന്നിലൂടെ സാധിപ്പിക്കാൻ പോകുകയാണ്. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനായിട്ടുള്ള ആത്മാവിൻ്റെ ശക്തി എൻ്റെ മേലൊന്ന് തരണമേ. മുടങ്ങിക്കിടക്കുന്ന ചില പണികളെ സ്വർഗം നിനക്ക് വേണ്ടി ആരംഭിക്കാൻ പോകുകയാണ്. ചിലരെ യേശുവിന്റെ നാമത്തിൽ പുറത്തു കൊണ്ടുവരുവാൻ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഒന്ന്, നാം ആ വചനത്തെ അപ്രീഷിയേറ്റ് ചെയ്യുക, അതിനെ നാം ഏറ്റെടുക്കുക, അതിന് സ്തോത്രം ചെയ്യുക. രണ്ട്, അതിനെ അപ്രോപ്രിയേറ്റ് ചെയ്യണം, അതിനെ അവകാശമാക്കണം. വിശ്വാസഗോളത്തിൽ ഞാനത് അവകാശമാക്കിക്കൊണ്ട് എൻ്റെ കണ്ണിൻ മുമ്പിൽ അത് വെളിപ്പെട്ടു വരുന്നതുവരെയും പ്രാർത്ഥനയിൽ കാത്തിരിക്കുവാൻ ഇതാ എന്നെ സമർപ്പിക്കുന്നു. മൂന്ന്, നമ്മളെ തന്നെ അതിൻ്റെ മുൻപിൽ ഒന്ന് സമർപ്പിക്കണം, അപ്ലൈ ചെയ്യണം, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അങ്ങനെ ചെയ്യുമെങ്കിൽ ദൈവത്തിൻ്റെ നാമം നമ്മിലൂടെ മഹത്വപ്പെടുവാനിടയാകും. യാക്കോബിൻ്റെ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൻ്റെ ആ അവസാന വാക്യം, 4-ാം വാക്യം, അവസാന വാക്യമല്ല, ആ ഫസ്റ്റ് പാരഗ്രാഫിന്റെ അവസാന വാക്യം, എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് ഉണ്ടാകട്ടെ. അലൗ ചെയ്യണം, അപ്ലൈ ചെയ്യണം, അതിന് നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കണം. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല, എൻ്റെ പ്രസംഗമല്ല. സ്തോത്രം. ഇന്ന് ദൈവം എന്നെ ഏൽപ്പിച്ച വിഷയമല്ലത്. എന്നാൽ ഒരു കാര്യം ഓർത്തോണം, എന്തുകൊണ്ട് കഷ്ടത കൊണ്ട് ദൈവം എന്താ ഉദ്ദേശിക്കുന്നത്? ഇതെല്ലാം മനസ്സിലാക്കിയെങ്കിൽ, ഇതിനെക്കുറിച്ചൊരു വെളിപ്പാട് ദൈവം പുതുതായിട്ട് തന്നെങ്കിൽ, നിരാശയുടെ നടുവിൽ നിന്ന് അവൻ നമ്മളെ തട്ടി ഉണർത്തിയെങ്കിൽ, ഇന്ന് പകൽ പറയണം, കർത്താവേ ഇതാ എന്നെ അലൗ ചെയ്യണമേ, എന്നെ അതിനായി സമർപ്പിക്കുന്നു, എന്നിലെ പ്രവൃത്തി ഒന്ന് ആരംഭിക്കട്ടെ, എന്നിലതൊന്ന് വെളിപ്പെടട്ടെ, അതിനായി എന്നെ അപ്ലൈ ചെയ്യുവാനായി എന്നെ സമർപ്പിക്കുന്നുവെന്ന് എത്ര പേരിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും? അതിന് ദൈവത്തിൻ്റെ വചനമാണ് നമ്മിലൂടെ പ്രവർത്തിക്കുന്നത്. ആമേൻ. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 2:13, ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, സാക്ഷാലാകുന്നത് പോലെ ദൈവത്തിൻ്റെ വചനമായി നിങ്ങൾ കൈക്കൊണ്ടു, ഞങ്ങൾ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു. അടുത്തത്, വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു. അപ്പോൾ ദൈവവചനമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. വചനം നിങ്ങൾ കേട്ടു, ആ വചനം ദൈവത്തിൻ്റെ അരുളപ്പാടായി നിങ്ങൾ കൈക്കൊണ്ടു. ആ വചനം അകത്തേക്ക് കടന്നെങ്കിൽ, അകത്ത് ഉണ്ടെങ്കിൽ, ഇത് വെറുതെ ഇരിക്കുന്ന വചനമല്ലെന്ന് അവിടെ പറഞ്ഞത്. ഇതെന്താ?
വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവവചനമാണ്. വിശ്വസിപ്പാൻ കഴിയുമോ? ആ വചനത്ത് നമ്മിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇച്ഛിക്കുവാൻ, ടു വിൽ, ഇന്നത് ചെയ്യണം, ഇന്ന കാര്യം എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതമാണ്, അത് മനസ്സിലാക്കി അതിനൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമുക്കിടയായി തീരണം. അത് നടക്കുന്നില്ലെങ്കിൽ ഞാനും നിങ്ങളും കർത്താവിൻ്റെ വചനം കേട്ടതിൽ ഒരു പ്രയോജനവും നമുക്കുണ്ടാകുന്നില്ല. പണ്ടത്തെ പഴമര് പറയല്ലോ, ചേമ്പലയുടെ പുറത്ത് വീഴുന്ന വെള്ളം പോലെ. സ്തോത്രം. എന്നാൽ നമ്മൾ ദൈവത്തിൻ്റെ വചനമൊന്ന് നമ്മിലൊന്ന് അപ്ലൈ ചെയ്യുവാൻ ഇന്ന് എത്ര പേർ ദൈവകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കും? അത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഇന്ന് വളരെ വ്യക്തമായി സംസാരിക്കുന്നു. ആ വചനം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം. എന്താണ് ഇത്? ദൈവത്തിൻ്റെ അരുളപ്പാടാണ്, ഇത് ദൈവത്തിൻ്റെ ശബ്ദമാണ്. ആ വചനത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നു. അത് വിശ്വസിക്കുമെങ്കിൽ ഇന്ന് നിങ്ങൾ വീട്ടിൽ പോകുമ്പോഴും, നിങ്ങൾ വഴി നടക്കുമ്പോഴും, നിങ്ങൾ വീട്ടിൽ കിടന്നുറങ്ങുമ്പോഴും, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും ഈ വചനം നിർജീവമായിരിക്കുകയല്ല. യെസ്, ഇത് നിങ്ങളിൽ പ്രവർത്തിക്കുന്ന വചനമാണ്. ഇത് നിങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ പകരുന്ന വചനമാണ്. അത് രോഗശാന്തിയായി പ്രവർത്തിക്കുന്നു. അത് അടഞ്ഞ വഴികൾ തുറക്കപ്പെടുന്നതായി, ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തിയായി നമ്മിലൂടെ വെളിപ്പെടുവാനിടയായി തീരുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഒന്ന്, ദൈവത്തിൻ്റെ വചനം. രണ്ട്, അതിൻ്റെ ഉദ്ദേശമാണ്. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം, ആ അധ്യായത്തിൽ നിന്ന് 3 വാക്യങ്ങളൊന്ന് വേഗം വായിച്ചാട്ടെ. 16-ാം വാക്യം, 17-ാം വാക്യം, 26-ാം വാക്യം. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ പ്രവർത്തിപ്പാനായി ഇടയായിത്തീരുന്ന 3 കാര്യങ്ങൾ. ഒന്ന്, ദൈവവചനത്താൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ പ്രവർത്തിക്കുന്നു. 2, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ അകത്ത് തന്നിരിക്കുന്നു. ആ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? 16-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ കുഞ്ഞെ. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. സത്യത്തിൻ്റെ ആത്മാവാകുന്ന കാര്യസ്ഥൻ, കൗൺസിലർ, കംഫോർട്ടർ, അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പം നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഒരു ശക്തിയല്ല, ഒരു പേഴ്സണാണ് കേട്ടോ. പറഞ്ഞ മനസ്സിലായോ? പരിശുദ്ധാത്മാവ് ഒരു ശക്തിയല്ല, ശക്തമായി വെളിപ്പെടുന്നതേ ഉള്ളൂ. അതൊരു വ്യക്തിയാണ്. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മോട് കൂടെ വസിക്കുമ്പോൾ നമ്മളെ ആശ്വസിപ്പിക്കുന്നു. ആമേൻ. നമുക്ക് ആലോചന പറഞ്ഞു തരുന്നു. അപ്പോൾ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തന്നേച്ചു പോവുകയാണ് കേട്ടോ. ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിലും ആമേൻ, എനിക്ക് പകരം ആമേൻ തൃത്വത്തിൽ 3-ാമനായിരിക്കുന്ന പരിശുദ്ധാത്മാവെന്ന ആളത്വത്തെ തന്നെ ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോവുകയാണ്. ആ ആളത്വത്തോടുകൂടെ നിങ്ങൾ ചേർന്ന് നടക്കുമെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾ അനാഥരല്ല, നിങ്ങൾ ഇനി ഭയപ്പെടേണ്ട. ആമേൻ. ആ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ ശക്തീകരിച്ച് ആലോചന തന്ന് ബലത്തോടെ നടത്തും. എത്ര പേർക്ക് ഇന്ന് ആഗ്രഹമുണ്ട്, എൻ്റെ കൂടെ ഞാൻ ഇന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ ഈ ദൈവത്തിൻ്റെ ആത്മാവാകുന്ന കാര്യസ്ഥനെ ദൈവം എനിക്ക് തന്നിരിക്കാൻ സ്തോത്രമെന്ന് പറയുവാൻ. ഹല്ലേലൂയ. അപ്പോൾ 16-ാം വാക്യം പറയുന്നു, സത്യത്തിൻ്റെ ആത്മാവെന്ന ഒരു കാര്യസ്ഥൻ. ഇനി 17-ാം വാക്യം ഒന്ന് വായിച്ചു. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. അടുത്തത്, അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും. സ്തോത്രം. അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും. എല്ലാവരും ഒന്ന് പറഞ്ഞേ, വസിക്കുന്നു, വസിക്കുന്നു. പിന്നെന്താ മോളെ? നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട്. ആൻഡ് ഈസ് ഇൻ യു. സ്തോത്രം. നിങ്ങളിൽ ഈ പരിശുദ്ധാത്മാവുണ്ട്. ആ വലിയ ബോധ്യം ഇന്നുള്ളത് കൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നമ്മളിവിടെ വരുമ്പോൾ അന്യഭാഷയിൽ പാടാൻ മാത്രമല്ല കേട്ടോ. When you go through the valley of the shadow of death,
How many of you can say with all courage, I fear no evil? ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുന്നില്ല. എന്തുകൊണ്ട്? ഈ ദൈവ സാന്നിധ്യം എന്നോട് കൂടെയുണ്ട്. എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? ചിലരോട് ഇന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുക കേട്ടോ, ആമേൻ ഈ സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് ഒരുപക്ഷെ ആമേൻ പറഞ്ഞ വ്യക്തിയായിരിക്കാം. എന്നാൽ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നീ ഒറ്റയ്ക്കല്ല കേട്ടോ, നീ ഒറ്റയ്ക്കല്ല. ആമേൻ ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ അകത്ത് ആമേൻ പ്രവർത്തിപ്പാൻ തക്കവണ്ണം യേശു ആമേൻ തന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുമ്പോൾ നിന്നോട് കൂടെ ഇരിക്കുന്നവൻ, നിന്നോട് കൂടെ നടക്കുന്നവൻ, അവനെയാണ് നാം മുറുകെ പിടിച്ച് അവനോട് ചേർന്ന് നടക്കുന്നവരായിരിക്കും. ഇനി മൂന്നാമത്തെ റോള് 26-ാം വാക്യം. എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. സ്തോത്രം. അപ്പോൾ ഉപദേശിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ഹലോ, 21 ദിവസം പകലും രാത്രിയുള്ള പ്രസംഗമൊക്കെ കേട്ട് കഴിഞ്ഞൊരു ചെറിയ ഹാങ് ഓവറിലാണോ എല്ലാവരും എന്ന് എനിക്കൊരു ചിന്ത. എല്ലാവരും ഇവിടെ ഉണ്ടേ? സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ജോബിൻ പാസ്റ്റർ ആകുന്നത് പറഞ്ഞ് സ്തോത്രം ഹല്ലേലൂയൊക്കെ പറയണമെന്ന്. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ഞാൻ മുന്നോട്ട് പോകട്ടെ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്ന കാര്യസ്ഥൻ ഉപദേശിച്ചു തരുന്നവനാ. സ്തോത്രം. ആ ഉപദേശം ഒന്ന് ആത്മാവിൽ നിന്ന് ഏറ്റെടുക്കുവാൻ എത്ര പേർക്ക് തയ്യാറുണ്ട്? ഹല്ലേലൂയ. ദൈവദാസന്മാർ നമുക്ക് ഉപദേശങ്ങൾ തരാറുണ്ട്, നല്ല കാര്യം. പക്ഷേ നമുക്ക് തന്നെ ദൈവത്തിൽ നിന്ന് ഉപദേശം ലഭിക്കുവാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? പ്രൈസ് ദി ലോർഡ്. എന്നും കണ്ട് ഇനിയും പാസ്റ്റർ പ്രസംഗിക്കുന്ന ഉടനെ വടക്ക് നോക്കി യന്ത്രമായിട്ടൊന്നും ഇരിക്കരുത്. എനിക്കിതൊക്കെ അറിയാം എന്നുള്ള മട്ടിലല്ല. നമ്മൾ എത്ര ഉപദേശം കർത്താവിൽ നിന്ന് പ്രാപിക്കുമോ അത്രയും മറ്റുള്ളവർ പറയുന്ന ദൈവശബ്ദം കൂടെ കേൾക്കാൻ നാം ഒരുക്കമുള്ളവരായിരിക്കണം. ദാറ്റ് ഈസ് ദി മാർക്ക് ഓഫ് എ മെച്യൂർ പേഴ്സൺ. അതാണ് ആമേൻ പക്വത പ്രാപിച്ച ഒരു വ്യക്തിയുടെ ആമേൻ അനുഭവം. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഉപദേശിക്കുക മാത്രമല്ല ഓർമ്മപ്പെടുത്തി തരികയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താണ് പറയേണ്ടത്? സ്തോത്രം. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ നീ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ, ആമേൻ സുവിശേഷ നിമിത്തം, ദൈവവചനം നിമിത്തം നിനക്കെതിരെ ആമേൻ വാക്കുകൾ ഉയർന്നു വരുമ്പോഴും ഞാൻ എന്തു പറയണമെന്ന് ഭാരപ്പെടേണ്ട. ഈ പരിശുദ്ധാത്മാവ് ഉപദേശിക്കുക മാത്രമല്ല പറയേണ്ടത് തക്ക സമയത്ത് ഓർമ്മപ്പെടുത്തി ആമേൻ നമ്മോട് കൂടെയിരുന്ന് നമ്മെ ജയത്തോടെ നടത്തുവാൻ മതിയായവനെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നമ്മോട് ദൂത് പറയുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ പ്രവർത്തിക്കുന്നത് എങ്ങനെ? ഒന്ന്, ബൈ ദ വേർഡ് ഓഫ് ഗാഡ്. അത് പൗലോസ് പറഞ്ഞു, ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, സാക്ഷാലാകുന്നത് പോലെ അതിനെ കൈക്കൊണ്ടു. ദൈവത്തിൻ്റെ അരുളപ്പാടായി കൈക്കൊണ്ടു. അതകത്ത് ഉള്ളത് കൊണ്ട് അത് വെറുതെ ഇരിക്കുകയല്ല, അത് വ്യാപരിച്ചുകൊണ്ട്, അത് പ്രവർത്തിച്ചുകൊണ്ട് വഴി തുറക്കുന്ന ആമേൻ വിടുതൽ പകരുന്ന ദൈവിക ശക്തി പകരുന്ന ഒന്നായി നമ്മുടെ അകത്തിരിക്കുകയാണ്. 2, പരിശുദ്ധാത്മാവിനെ കാര്യസ്ഥനായി നമ്മോട് കൂടെ വസിപ്പാൻ യേശു തന്നിട്ടുണ്ട്. 3, ഈ പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കണമെങ്കിൽ കഷ്ടതയിലൂടെ ചിലപ്പോൾ നമ്മളെ കടത്തിവിടും. നമുക്ക് പത്രോസിൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം ഒന്ന് വായിക്കാം. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. അടുത്തത്, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാനിട വരും. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ എന്ത് ചെയ്യും? ഉല്ലസിച്ചാനന്ദിപ്പാനിട. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സാധാരണ ഇവിടെ നമുക്ക് കഷ്ടവും പ്രയാസവും ഒക്കെ വരുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഹൃദയം തണുത്തു പോകും, തളർന്നു പോകും, ക്ഷീണിച്ചു പോകും. അത് മനുഷ്യ സഹജമാണ്. എന്നാൽ അന്നേരം പിന്നെയും ദൈവവചനത്തിലേക്ക് തിരിയണം, ദൈവ സാന്നിധ്യത്തിലേക്ക് നമ്മൾ അടുത്തു വരണം, പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയ്ക്ക് നാം വിധേയപ്പെടണം. അതുകൊണ്ട് പ്രാർത്ഥന മതിയാക്കരുത്, അതുകൊണ്ട് ദൈവത്തോട് അടുത്തു വരുന്നത് മതിയാക്കരുത്. ഒരു മടുപ്പ് പലപ്പോഴും നമ്മെ കടന്നു പിടിക്കുമ്പോൾ അതിനെ കുടഞ്ഞു കളഞ്ഞുകൊണ്ട് ദൈവത്തോട് അടുത്തു വരുവാൻ ഈ ദിവസങ്ങളിടെയായി തീരണം. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം നടക്കുന്നു. സ്തോത്രം. നമ്മളെ ബിൽഡപ്പ് ചെയ്യുക, നമ്മളെ പണിതുകൊണ്ടിരിക്കുക, നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുക. എന്തിനാ? കർത്താവിൻ്റെ മടങ്ങിവരവിൽ, പ്രത്യക്ഷതയിൽ. സ്തോത്രം. ആമേൻ. ആ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ആനന്ദിച്ച് ആർക്കുവാൻ ദൈവം ഇടവരുത്തുകയാണ്. അതാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ചെയ്യുന്നൊരു കാര്യം. നമുക്ക് ദൈവവരങ്ങൾ ഏൽപ്പിക്കാൻ ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുന്നു. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും, സ്തോത്രം, ദൈവത്തിൻ്റെ തിരുവുള്ളം പ്രകാരം ദൈവം നമുക്ക് വേണ്ടി ചെയ്തതാണ്. അടുത്ത വാക്യം, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാ പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ട എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. ഞാൻ 2 മിനിറ്റിനകത്ത് എൻ്റെ വാക്ക് അവസാനിപ്പിക്കാം. ദൈവം നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നത്, സ്തോത്രം, ആത്മാവിൽ ദൈവത്തെ ആരാധിപ്പാനാ, ദൈവത്തെ മഹത്വപ്പെടുത്താനാ. അതിനൊട്ടും കുറവ് വരരുത്. പക്ഷേ അത് മാത്രമല്ല, സ്തോത്രം, ജീവിതത്തിൽ പ്രതികൂലം വരുമ്പോൾ, നഷ്ടം വരുമ്പോൾ, കഷ്ടം വരുമ്പോൾ, അവിടെയാണ് യേശുവിൻ്റെ സ്വഭാവം എന്നിലും നിങ്ങളിലൂടെ ഒന്ന് വെളിപ്പെട്ടു വരേണ്ടത്. അതിനുവേണ്ടി നമുക്കൊന്ന് ദൈവവരങ്ങളൊന്ന് ഏൽപ്പിക്കാം. അതാണ് പൗലോസ് 2-ാം അധ്യായം ആരംഭത്തിൽ പറഞ്ഞത്. സ്തോത്രം. പിന്നെ എൻ്റെ പ്രവൃത്തി എങ്ങനെയല്ല? ദുരഭിമാനത്തോടെയല്ല, ശാഠ്യത്താലേ അല്ല. ആമേൻ. മറ്റുള്ളവരെ, സ്തോത്രം, ശ്രേഷ്ഠരെന്ന് എണ്ണുന്നതായ, മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന, ആമേൻ, അനുഭവത്തിലേക്ക് എന്നിലും നിങ്ങളിലും ആ ക്രിസ്തുവിൻ്റെ സ്വഭാവം ഒന്ന് വെളിപ്പെടുവാൻ കഴിയുമെങ്കിൽ ഒരു കാര്യം ഉറപ്പ്, ദൈവനാമം നമ്മിലൂടെ മഹത്വപ്പെടും. ആമേൻ. പെന്തക്കോസ്റ്റൽ മാറാനാഥ ഗോസ്പൽ ചർച്ച് എന്ന് പറയുന്ന സഭയും സമൂഹവും അനുഗ്രഹിക്കപ്പെടുവാനിടയായി തീരും. സന്തോഷമുണ്ടോ? ആഗ്രഹമുണ്ടോ? Let the name of God be glorified in my life. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നാമം ഒന്ന് മഹത്വപ്പെടുവാൻ കർത്താവേ എനിക്ക് കൃപ നൽകണം. അതിനെന്ത് ചെയ്യണം? വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങളെങ്ങനെ ആയിരിക്കണം? ഒത്തിരി സഹിച്ചു, ഇനി സഹിക്കാൻ വയ്യ, ഇനി ഞാൻ എനിക്ക് തോന്നിയ പോലെ ചെയ്യും എന്നാണോ? എത്ര സഹിച്ചാലും, എത്ര അനുഭവിച്ചാലും പിന്നെയും പറയണം, അനന്യനായി, പരമാർത്ഥിയായി, സ്തോത്രം, ദൈവത്തിൻ്റെ നിഷ്കളങ്ക മകനായി, മകളായി കർത്താവേ നിൽപ്പാൻ എനിക്ക് കൃപ നൽകണമേ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ അത് നമ്മിലൊന്ന് തീരുമാനമാകുമെങ്കിൽ, അതിനായി നാം സമർപ്പിക്കുമെങ്കിൽ, ഈ 21 ദിവസം ദിനരാത്രങ്ങൾ പ്രാർത്ഥിച്ചത്, കരഞ്ഞത്, ഉപവസിച്ചത് നമ്മുടെ ജീവിതത്തിൽ ദൈവസഭയ്ക്ക് ഒരു അനുഗ്രഹമായി തീരാൻ പോകുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു വിഷയമാണ്, എമൗസിലേക്ക് പോയ ആ 2 പേര്. ഞാൻ അതിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയാറുണ്ട്, പക്ഷേ ഇപ്പോൾ പറയുന്നത് അതല്ല. അവരോടുകൂടെ യേശു എന്ത് ചെയ്തു? ചേർന്ന് നടന്നു. അവരോട് ചോദിച്ചു, എന്തുകൊണ്ട് കുഞ്ഞുങ്ങളെ വിശേഷമൊക്കെ? അവരുടെ പ്രയാസവും അവരുടെ സങ്കടവും അവരുടെ അപ്രിഹെൻഷനും ഒക്കെ പറഞ്ഞു. ഉടനെ യേശു അവരെ വിളിച്ച ഒരു വിളിയുണ്ട്. എന്താ വിളിച്ചത്? അവർക്ക് ഓർമ്മയില്ലയോ? ഉറക്കെ പറ. മന്ദബുദ്ധികളെ. എനിക്കതിൻ്റെ ഇംഗ്ലീഷാണ് കുറച്ചുകൂടി ഇഷ്ടം. യു ഫൂൾസ്.
യേശു ആണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എപ്പോഴേ നമ്മളൊക്കെ സ്തോത്രം പറഞ്ഞേനെ. ഇത് വഴിയെ പോയ ഒരുത്തന് 1 പറഞ്ഞ് 2 പറഞ്ഞ് എന്താ പറയുന്നേ? ഫൂൾസ്. മന്ദബുദ്ധികൾ എന്നൊക്കെ ഇച്ചിരി കൂടെ ഷുഗർ കോട്ട് ചെയ്യുന്ന വാക്കാന്ന എൻ്റെ അഭിപ്രായം. ഇത് വെറും വിഡ്ഢികളെ. നിങ്ങളുടെ കാര്യം എനിക്കറിയത്തില്ല. ചിലപ്പോൾ ഞാനും അതൊക്കെ ഈ ഫുൾ ഷർട്ടൊക്കെ ഒന്ന് മടക്കി വെച്ച് വഴിയെ പോയവൻ എന്നെ കയറി വിഡ്ഢിയെന്ന് വിളിക്കുന്നു. സ്തോത്രം. പക്ഷേ ഈ പുള്ളികൾ 3.5 വർഷമെങ്കിലും യേശുവിനോടുകൂടെ നടന്നതിൻ്റെ പ്രയോജനം കണ്ടോ? സ്തോത്രം, 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 സ്തോത്രം. ഒരക്ഷരം മിണ്ടിയില്ല. ഞാൻ പലപ്പോഴും ആ വാക്ക് ഓർത്ത് ചിലപ്പോഴൊന്നും ഒക്കത്തില്ല, പ്രതികരിച്ചു പോകാറുണ്ട്. ഞാനുള്ളത് തുറന്നു പറയുക. പക്ഷേ എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം, കർത്താവേ, അതുപോലെ മൗനമായിരിക്കേണ്ടിടത്ത് മൗനമായിരിക്കുവാൻ, ആമേൻ, സ്തോത്രം, മറുപടി പറയേണ്ടിടത്ത് പോലും വാ തുറക്കാതെ മിണ്ടാതിരിക്കുവാനുള്ള ഒരു ദൈവകൃപ എൻ്റെ ജീവിതത്തിൽ ഈ പ്രാർത്ഥന മൂലം, ഈ ഉപവാസങ്ങൾ മൂലം, ആമേൻ, ഈ നിലവിളികൾ മൂലം എനിക്കൊന്ന് നൽകണമെന്ന് ദൈവസഭയെ നാം പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ നാമം നമ്മിലൂടെ മഹത്വപ്പെടും. ആമേൻ, കർത്താവിൻ്റെ നാമം, ആമേൻ, ഉയർത്തപ്പെടും. ദേശം അനുഗ്രഹിക്കപ്പെടും. അനേക ആത്മാക്കൾ വിടുവിക്കപ്പെടുവാനിടയായി തീരും. വക്രതയും കോട്ടമുള്ള തലമുറയുടെ ഇടയിൽ അനന്യരും പരമാർത്ഥിയും. ഞാൻ അതിലേക്ക് വിശദീകരിക്കുന്നില്ല, സമയം കഴിഞ്ഞു. ദൈവത്തിൻ്റെ നിഷ്കളങ്ക മകൻ, ദൈവത്തിൻ്റെ നിഷ്കളങ്ക മകൾ. അടുത്ത പദം കൂടെ ശ്രദ്ധിക്കണം. എല്ലാ പെറുവെറുപ്പും, ഇവിടേക്ക് ആർക്കെങ്കിലും പെറുവെറുപ്പുണ്ടോ? അങ്ങനൊരു കാര്യം ഇവിടെ ഇല്ല. ഉണ്ടോ പാസ്റ്ററെ? ഇവിടെ ഇരിക്കുന്ന ആർക്കും പെറുവെറുപ്പില്ല, ഞാൻ ഉൾപ്പെടെ. പ്രശ്നം വരണം, വിഷയം വരണം, അന്നേരം അറിയാം പെറുവെറുപ്പുണ്ടോ എന്ന്. സ്തോത്രം. വിഷയങ്ങളുടെ നടുവിലും പ്രശ്നങ്ങളുടെ നടുവിലും ഇന്നൊരു തീരുമാനമെടുക്കാമോ? ഐ വിൽ നോട്ട് കംപ്ലെയിൻ, ഐ വിൽ നോട്ട് ഗ്രംബിൾ. എത്ര പേർക്കൊന്ന് പറയാൻ കഴിയും? കർത്താവേ, ഞാൻ ഇന്ന് എന്നെ അതിനായി സമർപ്പിക്കുന്നു. പെറുവെറുക്കാതെ, പരാതി പറയാതെ, എല്ലാറ്റിനും സ്തോത്രം പറയുവാൻ, എല്ലാറ്റിനും സ്തോത്രം പറയുവാൻ. യേശുവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നഷ്ടം വരുമ്പോഴും സ്തോത്രം പറയുവാൻ, ആമേൻ, ആമേൻ. കഷ്ടം വരുമ്പോഴും സ്തോത്രം പറയുവാൻ. ഇന്ന് പകൽ എത്ര പേർ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും? അങ്ങനെയുള്ളവരെ സ്വർഗം അന്വേഷിക്കുകയാണ്. അങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ അടുത്ത വാക്യം, അവരുടെ ഇടയിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങും? വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കാൻ തുടങ്ങും. മൈ ഗോഡ്, സ്തോത്രം. മോശ ദൈവത്തോടുകൂടെ ഇരുന്ന് ഇറങ്ങി വന്നപ്പോൾ ജനം പറഞ്ഞൊരു കാര്യമുണ്ട്. അയ്യോ മോശേ, നിന്റെ മുഖത്തേക്ക് നോക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. സ്തോത്രം. ഞങ്ങളുടെ കണ്ണ് മഞ്ഞളിച്ചു പോവുകയാണ്. ഞങ്ങളുടെ കണ്ണ്, സ്തോത്രം, കാണാൻ കഴിയാതെ വണ്ണം ആ തേജസ് ഞങ്ങളെ നിറയ്ക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് നിന്റെ മുഖത്തേക്ക് ആമേൻ നോക്കിയിരിക്കുവാൻ കഴിയുന്നില്ല. ഇന്ന് പകൽക്കാലം ദൈവ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ യേശുവിൻ്റെ തേജസ് എൻ്റെയും നിങ്ങളുടെയും കണ്ണുകളിലൂടെ ഒന്ന് വെളിപ്പെടുവാൻ, നമ്മുടെ പ്രവൃത്തിയിലൂടെ, നമ്മുടെ സ്വഭാവത്തിലൂടെ, നമ്മുടെ ജീവിത അനുഭവങ്ങളിലൂടെ യേശുവിൻ്റെ നാമം ഒന്ന് മഹത്വപ്പെട്ട് യേശുവിൻ്റെ തേജസ് എന്നിലും നിങ്ങളിലൂടെ ഒന്ന് വെളിപ്പെടുവാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവിന് വേണ്ടി ലോകത്തിൽ പ്രകാശിക്കുന്ന അനേക പ്രകാശ കിരണങ്ങളായി ഇവിടെയുള്ള ദൈവസഭ തീരാൻ ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പറയാം. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവം തൻ്റെ തിരുവുള്ളം തോന്നിയിട്ടാണ്. ഒരു നിമിഷം എല്ലാവരും സ്തോത്രം പറഞ്ഞാട്ടെ, എല്ലാവരും സ്തോത്രം പറഞ്ഞാട്ടെ. കരങ്ങളെ അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് പറ, ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്, ഓ വി ഗിവ് യു ഗ്ലോറി, വി ഓഫർ യു ഗ്ലോറി. ഹുഡലറബ ശംദനറബ ഗദലറ, ഓ ഗദലറബ സംതുരി വിഗദൽ റൗഡമനാദല വൈഡമനാദൽ ലീദാരാബ സംദാരാദൽ വൈഡാരാദ രേഗാദായ സംദാരാദൽ അടവനകം തുരി വിഗദല റൗഡമനാദല വൈഡമനാദൽ.
താങ്ക് യു ജീസസ്. ദൈവത്തിൻ്റെ കരം ഇന്ന് ചില ഹൃദയങ്ങൾ വ്യാപരിക്കട്ടെ, ദൈവിക വിടുതൽ വ്യാപരിക്കട്ടെ, ദൈവത്തിൻ്റെ വചനം ചില ഉള്ളങ്ങൾ ക്രിയയട്ടെ. കഷ്ടതയുടെ നടുവിലും പാടുവാൻ ഒരു വലിയ കൃപ അങ്ങയുടെ ജനത്തിൻ്റെ മേൽ ഞാൻ കൽപ്പിച്ചാക്കുകയാണ്. അനന്യനായി പരമാർത്ഥിയായി ദൈവത്തിൻ്റെ നിഷ്കളങ്ക പൈതലായി കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രിയ കർത്താവേ, സ്വർഗ്ഗ ദൈവമേ, അങ്ങയുടെ ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ അങ്ങയുടെ വചനം ചില ഹൃദയങ്ങളിൽ ആഴമേറിയ നിലയിലേക്ക് കടന്നു എന്നതിനായി സ്തോത്രം. അതിനു മുമ്പിൽ സമർപ്പിച്ച് അങ്ങയുടെ ജനത്തെ ഏൽപ്പിക്കുന്നു. ഇന്ന് പകൽ ഒരു പുതിയ തീരുമാനത്തോടെ, പുതിയ സമർപ്പണത്തോടെ മടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവെന്ന ആ കാര്യസ്ഥനെ അവരോട് കൂടെയായിരിക്കാൻ, ആലോചന പകരുവാൻ, ഓർമ്മപ്പെടുത്തി കൊടുക്കുവാൻ ദൈവത്തിൻ്റെ കരം തൊട്ട് അഭിഷേകം ചെയ്തതിനായി സ്തോത്രം. ലോകത്തിൽ ജ്യോതിസ് പോലെ പ്രകാശിപ്പാൻ വിവരിക്കുന്ന ചിലരെ കർത്താവ് ഒരുക്കണം. ചില കുഞ്ഞുങ്ങളെ ഒരുക്കണമേ, ചില സഹോദരി സഹോദരങ്ങളെ ഒരുക്കണം, ചില മാതാപിതാക്കളെ ഒരുക്കണമേ കർത്താവേ. അവരുടെ ഹൃദയത്തിൻ്റെ ആമേനാമേൻ ആഗ്രഹം വെളിപ്പെടട്ടെ, അവരുടെ ത്വക്കൊന്ന് പ്രകാശിക്കുന്ന ഒരു പകലായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ നാമത്തിൽ തന്നെ. ഇന്ന് പകൽ നിങ്ങളോടൊപ്പമായിരിക്കാനിടയായ ദൈവത്തെ സ്തുതിക്കുന്നു. സമയമൊരുക്കി തന്ന കർത്താവിൻ്റെ ദാസന്മാരോടുള്ള നന്ദി അറിയിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.